നമ്മൾ അഭിവൃദ്ധിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഏത് കാര്യം ചെയ്യുമ്പോഴും കനകധാരാസ്തവം ചൊല്ലുന്നത് വളരെ വളരെ ഉത്തമമാണ്. പക്ഷേ അതിൻ്റെ അർത്ഥവും കൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് അഭിവൃദ്ധി ഉണ്ടാവുക, എങ്ങനെ പെരുമാറുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടുള്ള ധനം എന്നുള്ള സമ്പത്ത് എന്നുള്ളത് നമ്മളിലേക്ക് വരിക, എന്താണ് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി പോകുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ. നേരെ തിരിച്ച് രാവിലെ കട തുറക്കുന്ന സമയത്ത് ഈ പുസ്തകം എടുത്ത് ഒന്നും മനസ്സിലാവാതെ വളരെ സ്പീഡിൽ അങ്ങ് ചൊല്ലിപ്പോയാൽ, ഈ ചൊല്ലിപ്പോകുന്ന ഒരു പാട്ട് അവിടെ മ്യൂസിക് വയ്ക്കുന്ന പോലെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്നും മനസ്സിലാവാതെ ഇത് ചെയ്യുന്നു, നമ്മൾ പ്രവൃത്തി ഇതിനനുസരിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല, ഒരു തരത്തിലും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവില്ല. അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യുക തന്നെ വേണം. അത് എങ്ങനെയാണ് എന്നുള്ള വിവരണങ്ങളാണ് ഇത്തരം ശ്ലോകങ്ങളിലെല്ലാം ഈശ്വരന്മാർ നമ്മളെ ഉപദേശിച്ചിട്ടുള്ളത്. ഏതാണ്ട് എല്ലാ ശ്ലോകങ്ങളുടെയും മന്ത്രങ്ങളുടെയും ഒക്കെ കാര്യം ഇത് തന്നെയാണ് അല്ലേ? അർത്ഥം അറിഞ്ഞ് തന്നെ പറയുമ്പോഴേ അതിന് യഥാർത്ഥത്തിലുള്ളൊരു ഫലമുണ്ടാകുന്നുള്ളൂ. മന്ത്രത്തിൻ്റെ ഉപയോഗം എന്നുള്ളത് ഒന്ന് നമുക്കത് അറിയണം, അത് ചൊല്ലി തന്നെ നമ്മൾ ചെയ്യണം. അതായത് ഏറ്റവും ഉദാഹരണമായി പറഞ്ഞാൽ, ഇന്ന് ഒരു പൈലറ്റ് വിമാനം പറത്തണമെങ്കിൽ വിമാനം ഓൺ ചെയ്ത് പറത്താൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പൈലറ്റിൻ്റെ ഒരു ലോഗ് ബുക്ക് അവിടെയുണ്ട്, ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് പൈലറ്റിനടുത്ത്. ക്യാപ്റ്റൻ ഒരു വിമാനത്തിൻ്റെ ക്യാപ്റ്റനാണെങ്കിൽ 1000 മണിക്കൂറെടുത്ത് പറന്നാൽ മാത്രമേ ക്യാപ്റ്റൻ ആവുള്ളൂ. 1000 മണിക്കൂറെടുത്ത് വിമാനം പറത്തിയ ഒരു ക്യാപ്റ്റൻ വിമാനം ഓൺ ചെയ്ത് സ്റ്റാർട്ടാക്കി മുമ്പോട്ട് പോകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സീറ്റിനടുത്ത് വച്ചിട്ടുള്ള ഒരു ബുക്ക് എടുക്കണം. ബുക്കെടുത്ത് അദ്ദേഹം ഓരോന്നും വായിക്കണം, വായിച്ചുകൊണ്ട് ചെയ്യണം. അതായത് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നു. കാരണം ഇതിൽ പറയുന്ന ലിസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും വിട്ടുപോകാൻ പാടില്ല. അത് ഉറക്കെ പറഞ്ഞു തന്നെ നമ്മൾ ചെയ്യണം. കാരണം അത് മിസ്സായില്ല എന്ന് നമ്മൾ ഉറപ്പാക്കണം. ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ അപകടം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കാരണം നമുക്ക് എല്ലാം അറിയാമെന്ന് വിചാരിക്കുന്ന നമ്മൾ ഇതിൽ പലതും നമ്മൾ ചെയ്യില്ല. പലതും നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ വിട്ടുപോകും. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും മന്ത്രത്തിൻ്റെ പ്രസക്തി. മന്ത്രം ഓരോന്നും ഓരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരുന്ന ചെക്ക് ലിസ്റ്റുകളാണ്.